ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. ഭഗവത്ഗീത അധ്യായം 4 ശ്ലോകം 21. നിരാശീരത ചിത്താത്മാ തെക്ത സർവാ പരിഗ്രഹഃ ശാരീരം കേവലം കർമ്മ കുർവന്നാപ്നോതി കിൽബിഷം. നിരാശീരത ചിത്താത്മാ തെക്ത സർവാ പരിഗ്രഹഃ ശാരീരം കേവലം കർമ്മ കുർവന്നാപ്നോതി കിൽബിഷം. വിവർത്തനം: മനസ്സിനെയും ബുദ്ധിയെയും പൂർണ്ണമായും നിയന്ത്രിച്ചും തൻ്റെ സമ്പത്തിലും നേട്ടങ്ങളിലും ഉടമാവകാശം ഉപേക്ഷിച്ചും ജീവിതത്തിന് അത്യാവശ്യമായിട്ടുള്ള കർമ്മങ്ങളിൽ മാത്രം ഏർപ്പെട്ടുകൊണ്ടും ഇരിക്കുന്ന ജ്ഞാനിക്ക് കർമ്മത്തിൻ്റെ പാപഫലങ്ങൾ ഏൽക്കേണ്ടി വരില്ല. ഒരു കൃഷ്ണാവബോധസ്ഥനായിട്ടുള്ള ഒരു വ്യക്തിയുടെ, കൃഷ്ണഭക്തൻ്റെ ലക്ഷണങ്ങളെ കുറിച്ചിട്ടാണ് ഈ ഒരു ശ്ലോകത്തിൽ ഭഗവാൻ നമുക്ക് വിശദമാക്കി തരുന്നത്. അപ്പോൾ താൻ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഭഗവാന്റെ ഇച്ഛയാണ് എന്ന് ആ ഭക്തന് നന്നായിട്ട് ബോധ്യമുണ്ട്. കൃഷ്ണഭക്തൻ തൻ്റെ പ്രവൃത്തികളുടെ ഫലങ്ങൾ നല്ലതായാലും ചീത്തയായാലും അത് പ്രതീക്ഷിക്കുകയോ അതിനെക്കുറിച്ചിട്ട് വ്യാകുലപ്പെടുകയോ ഒന്നും തന്നെ ചെയ്യാറില്ല. അപ്പോൾ കൃഷ്ണൻ്റെ ഇച്ഛയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഉപകരണം എന്ന നിലയ്ക്കാണ് അയാൾ തന്നെ കാണുന്നത്. ഭഗവാൻ അർജുനനോട് പറയുന്നുണ്ട്, നിമിത്തമാത്രം ഭവസവ്യ സാജിൻ എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ നിന്നണിഞ്ഞിരുന്നിരിക്കുന്ന ആളുകളെല്ലാം കൊല്ലപ്പെടേണ്ടവർ തന്നെയാണ് അല്ലേ. അവരെ വധിക്കണം എന്നുള്ളത് ഭഗവാന്റെ ഇച്ഛയാണ്. അപ്പോൾ അവരെ വധിക്കുക എന്നുള്ള നിലയ്ക്ക് ഒരു ഉപകരണം എന്ന നിലയിൽ പ്രവർത്തിക്കാനാണ് അർജുനനോട് ഭഗവാൻ ആവശ്യപ്പെടുന്നത്. അപ്പോൾ അവരെ വധിച്ചു എന്നുള്ള ആ ഒരു പാപഭാരം ഒരിക്കലും അർജുനനെ കയ്യേൽക്കില്ല. കാരണം അർജുനൻ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ യുദ്ധം നിർവഹിക്കുന്നത് ഭഗവാന്റെ ഇച്ഛയ്ക്ക് വേണ്ടിയിട്ടാണ് അല്ലേ. ഭഗവാന്റെ ആഗ്രഹമായിരുന്നു കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ അർജുനൻ വില്ലാളി വീരനാക്കപ്പെടണം എന്നുള്ളത്. ശരീരം കേവലം കർമ്മ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭക്തൻ തൻ്റെ ശരീരത്തിനെ ആരോഗ്യകരമായി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അല്ലേ. തൻ്റെ ശരീരമുണ്ടെങ്കിൽ മാത്രമേ ഭഗവാന്റെ സേവനങ്ങൾ അയാൾക്ക് വ്യക്തമായിട്ടും ചിട്ടയോടും കൂടി ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ചുവരുണ്ടെങ്കിലേ ചിത്രം എഴുതാൻ പറ്റൂ എന്ന് പറയുന്നത് പോലെ. അപ്പോൾ ഭഗവാന്റെ സേവനത്തിനു വേണ്ടിയിട്ട് ഭക്തൻ അയാളുടെ ആരോഗ്യം, ശരീരം കാത്തു സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം ഏർപ്പെടുക. യന്ത്രത്തിൻ്റെ ഭാഗങ്ങളെ എണ്ണയിട്ടും വൃത്തിയാക്കിയും സൂക്ഷിക്കേണ്ടത് ആ യന്ത്രം കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കേണ്ടതിന് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതേപോലെ തന്നെയാണ് ഒരു ഭക്തൻ തൻ്റെ ശരീരത്തിനെ കാണുന്നത്. ഭഗവാന്റെ ആഗ്രഹം, ഭഗവാന്റെ സേവനം നിറവേറ്റാനായിട്ടുള്ള ഒരു യന്ത്രം എന്ന രീതിയിൽ അയാൾ തൻ്റെ ശരീരത്തെ ഉപയോഗിക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യും. അടുത്തതായി ഈ ശ്ലോകത്തിൽ പറയുന്നത് നിരാശീരത ചിത്താത്മാ എന്നാണ്. അതാണ് ഭഗവാൻ അർജുനനോട് പറയുന്നത്, നിമിത്തമാത്രം ഭവസവ്യ സാചി. ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച്, ഭഗവാന്റെ ഇംഗിതത്തിനനുസരിച്ചിട്ട് പ്രവർത്തിക്കുക. ഭഗവാൻ വൃന്ദാവനത്തിൽ നിന്ന് മധുരയിലേക്ക് പോയ സമയത്ത് വൃന്ദാവനവാസികൾ വളരെയധികം വിഷമിച്ചു അല്ലേ. അവർക്ക് കൃഷ്ണനില്ലാത്ത ഒരു ദിവസത്തെക്കുറിച്ച് അവർക്ക് ചിന്തിക്കാൻ, ഒരു നിമിഷത്തെക്കുറിച്ച് തന്നെ ചിന്തിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടാണ്. ഇനി കൃഷ്ണനില്ലാതെ എങ്ങനെ മുന്നോട്ട് ജീവിക്കുമെന്ന് ആലോചിച്ചപ്പോൾ അവർക്ക് ഈ ജീവിതത്തിൽ തന്നെ ഒരു അർത്ഥമില്ല എന്ന് തോന്നുകയും മരിക്കണം എന്നുള്ള ആ ഒരു ചിന്തയിലേക്ക് അവർ വന്നെത്തുകയും ചെയ്തു. വൃന്ദാവനത്തിലെ ഗോപന്മാര്, നന്ദഗോപമഹാരാജാവ്, യശോദമയ്യ എല്ലാവരും ഇത്തരത്തിൽ ചിന്തിച്ച ആളുകളാണ്. ഭഗവാനില്ലാതെ, കൃഷ്ണനില്ലാതെ ഒരു നിമിഷം പോലും തങ്ങൾക്ക് ജീവിതമില്ല, അതിലും ഭേദം മരണമാണ് എന്ന് കരുതി ജീവിതം ഒടുക്കുന്നതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ ആലോചിച്ചു. തൊട്ടടുത്ത നിമിഷം അവർ ചിന്തിക്കുന്നത്, നാളെ കൃഷ്ണൻ തിരിച്ചു വന്നാലോ അല്ലേ, നാളെ കൃഷ്ണൻ തിരിച്ചു വരുമ്പോൾ ഞാനിവിടെ വേണ്ടേ കൃഷ്ണനെ കാണാൻ, അല്ലെങ്കിൽ കൃഷ്ണൻ എന്നെ കാണാൻ ഞാനിവിടെ വേണ്ടേ എന്ന് ചിന്തിക്കുമ്പോഴാണ് അവർ അത്തരം ചിന്തകളൊക്കെ മാറ്റിവെച്ച് ഭഗവാന് വേണ്ടി ജീവിക്കാനായിട്ട് തയ്യാറാവുന്നത്. ഇതാണ് ഒരു യഥാർത്ഥ ഭക്തൻ, ശുദ്ധ ഭക്തൻ്റെ നില എന്ന് പറയുന്നത്.
ഭഗവാന് വേണ്ടിയിട്ടാവണം തൻ്റെ ജീവിതവും ജീവനവും എല്ലാം. അത്തരത്തിലുള്ള ആ വൃന്ദാവനവാസികളെ വിട്ടുപോകാനായിട്ട് ഭഗവാൻ ഒരിക്കലും സാധിക്കില്ല. ഭഗവാൻ രാധാറാണിയോട് പറയുന്നുണ്ട്, വൃന്ദാവനം പരിത്യജ്യ പാദം ഏകം ന ഗച്ഛതി, വൃന്ദാവനത്തിന് പുറത്തേക്ക് ഞാൻ ഒരു പാദം പോലും വച്ചിട്ടില്ല എന്ന് കൃഷ്ണൻ രാധാറാണിയോട് പറയുന്നുണ്ട്. അപ്പോൾ ഭഗവാനെ ജീവനും ജീവിതവുമായിട്ട് കരുതുന്ന വൃന്ദാവനവാസികളെ വിട്ടുപോകാനായിട്ട് ഭഗവാൻ ഒരിക്കലും സാധിക്കില്ല. യഥാർത്ഥ ശുദ്ധഭക്തർ എന്ന് പറയുന്നത് ഭഗവാന് വേണ്ടി നരകത്തിൽ പോകാനും തയ്യാറാവുന്ന ആളുകളാണ്. അവരാണ് ഭഗവാന്റെ ശുദ്ധഭക്തർ. അവർക്ക് നരകത്തിലായാലും വേറെ ഏത് ലോകത്തിലായാലും ഭഗവാന്റെ സേവനത്തിൽ മുഴുകണം എന്നൊരു ചിന്ത മാത്രമേ ഉണ്ടാകൂ. അടുത്തതായിട്ട് ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത് തെക്ത സർവ പരിഗ്രഹ, അതായത് ഉടമസ്ഥ അവകാശം ഉപേക്ഷിക്കുക. ഞാൻ, എൻ്റേത്, എൻ്റെ വീട്, എൻ്റെ കാറ് എന്നുള്ള ആ രീതിയിലുള്ള ഉടമസ്ഥ അവകാശം ഉപേക്ഷിക്കുക. നമുക്കെല്ലാം തന്നിരിക്കുന്നത് ഭഗവാനാണ്. അപ്പോൾ ആ ഭഗവാന്റെ സേവനത്തിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലുള്ള വസ്തുക്കൾ, അല്ലെങ്കിൽ നമ്മുടെ വീട്, നമ്മുടെ കാറ്, നമ്മുടെ സ്വത്തുവകകൾ, ഇതെല്ലാം നമുക്ക് ഭഗവാന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കണം. ഭഗവാന്റെ ഇഷ്ടം നിറവേറ്റാനായിട്ട് ഇതെല്ലാം നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കണം. ഇതിനെയാണ് യുക്ത വൈരാഗ്യം എന്ന് പറയുന്നത്. അപ്പോൾ ആ തെക്ത സർവ പരിഗ്രഹ എന്ന നിലയിലേക്ക് ഉയരുമ്പോൾ നമുക്കുള്ളതെല്ലാം നമുക്ക് ഭഗവാന്റെ സേവനത്തിന് വേണ്ടിയിട്ട് വിട്ടുകൊടുക്കാനായിട്ട് സാധിക്കും. ഭഗവാന് വേണ്ടി നമ്മുടെ ജീവിതത്തിനെ ചിട്ടപ്പെടുത്തുക, ഭഗവാന്റെ സേവനങ്ങൾക്ക് വേണ്ടി, ഭഗവാന്റെ ഇച്ഛയ്ക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തിനെ ചിട്ടപ്പെടുത്തുക. എന്ത് തന്നെ ചെയ്താലും അത് ഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടി ചെയ്യുക. ഇതാണ് ഒരു ശുദ്ധഭക്തൻ ആഗ്രഹിക്കുന്നത്. ആ ഒരു ഇത്തരത്തിലുള്ളൊരു ശുദ്ധഭക്തനിൽ നിന്ന് ഭഗവാൻ ആഗ്രഹിക്കുന്നതും ഇത് തന്നെയാണ്. ഇനിയുള്ള ശ്ലോകങ്ങളിൽ ഭഗവാൻ എങ്ങനെയാണ് സമഭാവനയോടെ കർമ്മങ്ങൾ ചെയ്യുന്നത്, എങ്ങനെയാണ് കർമ്മങ്ങളൊക്കെ യജ്ഞങ്ങളാക്കി മാറ്റുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം.